ഇപ്പൊ എന്റെ മനസ്സൊക്കെ പോയടോ. മനസ്സൊക്കെ എന്റെ ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നൊന്നുമില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഒരാളും എന്റെ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ആരോപണ വിധേയർ കോൺഫിഡൻ്റ് ആയി ചിരിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. മറ്റു പക്ഷം, ഓപ്പോസിറ്റ് പക്ഷം ആരോപണം ഉന്നയിക്കുന്നവർ പേടിച്ച് ഇൻ്റർവ്യൂകളിൽ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നു. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ചില സൂചനകൾ, നമുക്കൊരു വെളിപ്പെടുത്തൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ചില സൂചനകളുമായിട്ട് നിഷാ സാരംഗ്, അതായത് നമ്മുടെ നീലു, ഉപ്പും മുളകും സീരിയലിലെ നീലു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അവർ ഈ ചില സൂചനകൾ നൽകുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. എങ്കിലും ഞാനൊരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാം. ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി വെച്ചുകൊണ്ട് ഞാൻ പറയാം. ഇതിനകത്ത് ആര് ശരി ആര് തെറ്റ്, അതിനകത്ത് ഒറ്റ വാക്ക് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നീതി ആർക്കാണോ ലഭിക്കേണ്ടത് ലഭിക്കട്ടെ, അത്രയേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഈ ഒരു വീഡിയോയിലുടനീളം ഞാൻ കണ്ടത് ഒരു നിസ്സംഗഭാവത്തിൽ, ഒരു എന്താ പറയുക, ഒരു ഹെൽപ്ലെസ് എന്നൊക്കെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കമൻറ്റ് ബോക്സിലുള്ള പലയധികം വളരെ മോശമായ പരാമർശങ്ങൾക്ക് അവർക്കെതിരെ പറയുന്നവരുണ്ട്. അവരെ ഭയങ്കര ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തിഹത്യ നടത്തുന്ന, ക്യാരക്ടർ അസാസിനേഷൻ അടക്കം നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതുകൊണ്ട് സത്യം അറിയാതിരുന്നിട്ട് കൂടി അവരെ ഇങ്ങനെ പിച്ച് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. എന്താണെങ്കിലും സത്യം ജയിക്കട്ടെ. എന്താണ് അവർക്ക് പറയാനുള്ളത് കാര്യം വളരെ വിശദമായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് കേൾക്കാം. ജീവിക്കാനുള്ള വെപ്രാളം നമുക്ക് ഉണ്ടാവുമല്ലോ. ഇവർക്കൊക്കെ വേറെ വല്ല പാത്രം കഴുകാനും പോയിക്കൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോട്ടലോ വല്ലതായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ചെയ്യിക്കണം. ഏതാണ്ട് 10-26 വർഷമായി നിഷാ സാരംഗ് ഈ ഒരു മേഖലയിലേക്ക്, സിനിമ സീരിയൽ ഈ ഒരു മേഖലയിലേക്ക് വന്നു എന്നാണ് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് വരുന്നത്. കലാമേഖലയിലേക്ക് വന്നിട്ട് അത്രയും വർഷമായി, അത്രയും വളരെ സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഉപ്പുമുളകും സീരിയലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം ആൾക്കാർക്കെങ്കിലും അറിയാമായിരിക്കും. നിലവിൽ ഈ ഉപ്പുമുളകും സീരിയലിൻ്റെ അകത്തുള്ള 1-2 പ്രധാനപ്പെട്ട നടന്മാർക്ക് അപ്പം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്നേഹ ശ്രീകുമാർ അവരുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ബിജു സോപാനത്തിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിൽ ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കേസ് നടക്കുന്നുണ്ട്. ആ ഒരു കേസിനെ കുറിച്ച് എന്താണോ അത് കാര്യങ്ങൾ കോടതി ഇരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് സംസാരിക്കുന്നതിനകത്തുള്ളൊരു ഇതുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് അവരുടെ തൊഴിലിടത്തിൽ വെച്ചിട്ട് അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമം ആ ഒരു തരത്തിലേക്കുള്ള ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അഥവാ അവർക്കെതിരെ ഒരു ആക്രമം പോലത്തെ ഒരു പരിപാടി നടന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നതിനകത്ത് 2 വശം ഇപ്പം സമൂഹത്തിൻ്റെ ഇടയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഒരു തെറ്റായ ആരോപണം ആൾക്കാർക്കെതിരെ അഴിച്ചു വിട്ടിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ എന്താണ് ചില ആൾക്കാരുടെ വ്യാജ പരാതികൾക്ക് ഒരു ഫേക്ക് കേസ് മാത്രമാണിത് എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം. ഇവരെക്കുറിച്ച് എന്നുവെച്ചാൽ നേരിട്ട് പേരെടുത്ത് പറയാതെ, കാരണം അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. കാരണം നിയമപരമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ പേരെടുത്ത് ആ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും പറയാൻ പറ്റത്തില്ല. അവരും പറഞ്ഞതിനകത്ത് ഇവർക്ക് ഇതിനെ പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ, അഥവാ ആരാണോ, ഓക്കെ, എനിക്കും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിൻ്റെ അത് നമുക്ക് പറ്റത്തില്ലാത്തതാണ് കേട്ടോ. അതൊരു നിയമപരമായ ഒരു പ്രശ്നമാണ്. അത് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ ശരിയല്ല. സോ നിഷാ സാരംഗിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഒരു വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ലെവലിൽ ഒരു നിസ്സഹായ അവസ്ഥയാണ്. എന്തോ ഒരു പല കേസുകൾ ഇപ്പം നമ്മൾ സംസാരിച്ചു, ആരുടെ കേസുകൾ സംസാരിച്ചു, ഞാനിതിപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല എങ്കിൽ പോലും ഡോക്ടർ എലിസബത്തിൻ്റെ കേസ് സംസാരിച്ചു. കുറേ നാളുകൊണ്ട് സംസാരിക്കുന്നൊരു കാര്യം, റീസെൻ്റായിട്ട് ആ ഒരു സ്ത്രീ ലാസ്റ്റ് ചെയ്തൊരു കാര്യം എന്താണെന്നുള്ള കാര്യം നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം, അവരുടെ വീഡിയോസ് കണ്ടവർക്കും അറിയാം, ആ ഒരു വിഷയത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും അറിയാം. അവസാനം എന്തായി? ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും എത്രയും പെട്ടെന്ന് നീതി ലഭിക്കും, അല്ലെങ്കിൽ അതിനകത്ത് കൾപ്രിറ്റുകൾ അകത്താവും, അല്ലെങ്കിൽ അതിനകത്ത് വേട്ടക്കാരൻ എത്രയും പെട്ടെന്ന് ഉള്ളിലേക്ക് പോകുമെന്ന് വിചാരിച്ചപ്പോൾ അത് എങ്ങോട്ട് പോയി എന്നുള്ളത് നമ്മൾ കണ്ടു. നിരവധി കേസുകൾ, നിരവധി വിഷയങ്ങൾ നമ്മൾ ഈ അടുത്ത കാലം സംസാരിച്ചു. അതിനകത്തൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ നീതി നിഷേധിക്കപ്പെടുമോ എന്നൊരു സംഭവമായിരിക്കാം. നിസ്സംഗതയാണ് മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ബാക്കി കേൾക്കാം. ഫസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം ഡെഡായിപ്പോയി. ഞാൻ 1.5 മാസത്തോളം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ പറയാണ്ടിരിക്കാൻ പറ്റില്ലാത്ത പാർക്കുട്ടിയുടെ കാര്യമാണ്. പാർക്കുട്ടിക്ക് ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. ആക്ച്വലി എന്തിനാണ് കരയിപ്പിക്കുന്നത് അല്ലേ? പാറക്കുട്ടി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇന്ന് കേരളക്കരയിൽ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാരുടെ വീട്ടിനകത്തുള്ളൊരു കുഞ്ഞു മോളാണ് അല്ലേ? കാരണം ഉപ്പുമുളകും സീരിയലിൻ്റെ അകത്തുള്ള ഏറ്റവും കോർ എലമെൻറ്റിൻ്റെ അകത്തുള്ള ഒരാളാണ് പാറക്കുട്ടി. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാലുവിൻ്റെയും നീലുവിൻ്റെയും മക്കളായിട്ട് ഒരു 5-6 കുട്ടികൾ, അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സും ഓരോ വ്യക്തികളും മനസ്സിൻ്റെ അകത്ത് പതിഞ്ഞവരാണ്. അപ്പം അത്രയും പതിക്കുന്ന രീതിയിൽ ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ഒരു കഥാപാത്രങ്ങൾ ഇറങ്ങിച്ചെന്നു. ഒരു കഥാപാത്രങ്ങളല്ല, റിയൽ ലൈഫ് തന്നെയായിരുന്നു ആൾക്കാർ കണ്ടത്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം
അതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് പിൽക്കാലത്ത് നോക്കുമ്പോഴേക്കും വലിയൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. അവർ അതിനകത്ത് നിന്നും ഇപ്പോൾ മാറി നിൽക്കുന്നു. ആ കേസിൻ്റെ നാൾ വഴികളിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ പോലത്തെ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ ഇൻ്റർവ്യൂസിലൂടെ ഒക്കെ പങ്കുവയ്ക്കുന്നു. അതിനകത്ത് സ്നേഹ ശ്രീകുമാറിൻ്റെ ഒരു വീഡിയോ അന്ന് വന്നിരുന്നു, രണ്ടാമതും വന്നിരുന്നു. അന്ന് ഞാനതൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ നിഷ സാരംഗിൻ്റെ വളരെ വൈകിയാണ് അവരുടെ ഇൻ്റർവ്യൂസ് 2 വന്നത്, 2 ഞാനത് വന്നത് ഇൻ്റർവ്യൂ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ചെങ്കിലും ധൈര്യം ഒരു ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് ഹോപ്പ് തന്നെ നഷ്ടപ്പെട്ടതുപോലത്തെ ഒരു തരത്തിലേക്കാണ് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇവർ 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 കള്ളി, കാരണം എല്ലാവർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇവർ കള്ളിയായതുകൊണ്ടാണ്. അങ്ങനൊന്നും അല്ലടേ. നമ്മളിപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ഒരിക്കലും സംസാരിക്കുന്നില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് 2 തരത്തിലാവും. നിങ്ങൾ പറയുന്നത് പോലെ കള്ളിയാണ്, ലോ കള്ളിയാണ്, അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ എങ്കിലും ഞാനൊരു കാര്യം പറയാം, മറ്റൊരു വശം കൂടെ ഇല്ലേ. അതായത് ഓക്കെ, പരമാവധി ഒരു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാം, ഒക്കെ നോക്കാം. പക്ഷേ തൻ്റെ നീതി നടപ്പിലാക്കുമോ എന്നുള്ള കാര്യം അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കുമ്പോൾ, മറ്റേ സൈഡിൽ നിന്നുള്ള അവരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവരുടെ സൈഡിലേക്ക് നീതി കിട്ടണമെന്ന് അവരും പറയുന്നു. അപ്പം ഇതിനകത്തുള്ള കാര്യങ്ങൾ നടന്നൊരു സ്ഥലത്ത് നമ്മളില്ല, നിങ്ങളില്ല, ആരുമില്ല, അവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവുകളും മറ്റുള്ള കാര്യങ്ങളും കോടതി സമക്ഷത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോടതിയിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഇരയ്ക്ക് നീതി കിട്ടുകയും ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ മാതൃകാപരമായിട്ട്. എൻ്റെ മനസ്സൊക്കെ പോയിടോ. മനസ്സൊക്കെ എൻ്റെ ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നൊന്നുമില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഒരാളും എൻ്റെ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുക, വീട്ടിൽ പോവുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. വർക്കിന് പോകുന്ന ആൾക്കാരോ വീടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഞാൻ ഇതിന്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് ബി പി അടിക്കും. എന്നിട്ട് പോയി ഒരു ICUല് 1-2 ദിവസം മാന്യമായിട്ട് കിടന്ന് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് തിരിച്ചു വരും. മക്കളൊക്കെ എന്നെ ഈ മാവേലി പറഞ്ഞ പോലെ ഇരുന്ന് എന്നെ കാണാണ്ട് അമ്മ ഒന്നെന്ന് പറയാം എന്തെന്ന് വെച്ചാല് അപ്പോൾ ആ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അത് അപ്പം നമ്മൾ ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് ആ ഒരു സ്ട്രഗിൾ പീരീഡിലാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതറിയാൻ പറ്റത്തില്ല, ഒരു വ്യക്തിക്ക് നടക്കുന്ന കാര്യമാണ്. അപ്പം അവിടെ നമ്മളെപ്പോഴും ഇപ്പോൾ അവരുടെ സൈഡ് പറയുന്ന സമയത്ത് നമ്മളത് കേട്ട് സംസാരിക്കുന്നു. എങ്കിൽ പോലും ഞാൻ പറയുന്നു, ഇതിനകത്ത് മറ്റൊരു വശം, ആ വശത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അവർ പറയുന്നു അവർക്കാണ് നീതി കിട്ടേണ്ടത്, ഇവിടെ പറയുന്നു ഇവർക്കാണ് നീതി കിട്ടേണ്ടത്. ഇത് കോടതി സമക്ഷം ഇരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബയാസ്ഡ് ആയിട്ടുള്ളൊരു കാര്യവും നമുക്ക് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? സഹാനുഭൂതി എന്നുള്ളൊരു കാര്യം, കരുണ എന്നുള്ളൊരു കാര്യം, മനുഷ്യത്വം എന്നുള്ളൊരു ഘടകം, ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് പറയുവാണെങ്കിൽ അവിടെ ഇപ്പം പണ്ടത്തെ ആ ഒരു മനസ്സൊന്നും ഇല്ലടോ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത മനസ്സെന്ന് പറയും. അതായത് നമ്മുടെ ചില സിറ്റുവേഷനിലേക്ക് ചെന്ന് പെട്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട ഒരാൾ ചതിക്കപ്പെട്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ കാണും അല്ലെങ്കിൽ താങ്ങാവും തണലാവും എന്ന് വിചാരിക്കുന്നവർ നമ്മളെ വഞ്ചിച്ച് അതിനകത്തു നിന്നെല്ലാം ആ ഒരു പ്രതീക്ഷയെല്ലാം അറ്റുപോകുന്ന സമയത്തുണ്ടല്ലോ, ദീർഘനിശ്വാസം വലിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരും. ഇതൊക്കെ എന്തിനാണ് ചെയ്തത്? ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഇതെന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്? എന്നെക്കൊണ്ടിത് നേരത്തെ മനസ്സിലായതാണല്ലോ, എന്നിട്ടും എനിക്കിത് പറ്റാത്തത് എന്തെന്നടക്കം നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ അപ്പോഴേക്കും എല്ലാം വൈകി പോയിട്ടുണ്ടാവും, നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയിട്ടുണ്ടാവും. അവിടെ നമ്മുടെ മുമ്പിലേക്ക് 1-2 ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഒന്നുകിൽ ജീവിക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ മറ്റതാണ്. ആ ഒരു ഓപ്ഷൻ്റെ ഇത് കടന്നു പോകാൻ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു വലിയൊരു ഘട്ടമുണ്ട്. അതായത് ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സിറ്റുവേഷൻ. അതിലൂടെ കടന്നു പോകാൻ കഴിയാത്തവരാണ് മരണത്തിൽ കീഴടങ്ങുന്നതും അതിൽ നിന്നും കരകയറി വന്നവരാണ് ഈ ലോകത്തിനെ മാറ്റിമറിച്ചവരും. അതുകൊണ്ട് ഈ നിഷ സാരംഗി എൻ്റെ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും പറയുന്നു, ഇപ്പം നിങ്ങളുടെ ഭാഗം കോടതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഭാഗം കോടതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ 100% നിങ്ങളുടെ ഭാഗം വിജയിക്കട്ടെ, അവരുടെ ഭാഗമാണെങ്കിൽ അങ്ങനെ അവരുടെ ഭാഗം വിജയിക്കട്ടെ. എങ്കിലും ഈ ഒരു പോരാട്ടമാണല്ലോ നടക്കുന്നത്. ആ പോരാട്ടത്തിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ തളർന്നു പോകാതെ ശക്തമായി അതിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് സമയത്ത് പറയാനുള്ളത്. പറ്റാന്ന് പറയണത് 9 സീരിയൽ ചെയ്യണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ സിനിമയും ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ എങ്ങനെ ഡേറ്റ് പ്രശ്നവും എല്ലാം ഒരിടത്ത് ഇതാവും. ഡേറ്റ് പ്രശ്നമായിട്ട് അത് മറ്റേ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മുടെ കോർപ്പറേഷന് വേണ്ടിയിട്ടും ടൂറിസത്തിന് വേണ്ടിയിട്ടും ഓരോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. AR പ്രൊഡക്ഷൻസിന്റെ ഒരു സീരിയല് ചെയ്തിട്ടുണ്ട്. കുട്ടി 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും സമാധാനത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് നമ്മളെ സ്വന്തം വീട്ടിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും സക്സസ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ചേച്ചിക്ക് ആവട്ടെ ചേച്ചി, അങ്ങനെ തന്നെ. ഇതിന്റെ പൂർണ്ണ രൂപം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അകത്ത് ഉണ്ട്, നിങ്ങൾ പോയി കാണുക.
ബാഡ് എക്സ്പീരിയൻസ് ഫേസ്ഡ് നിഷ സാരംഗ് എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് ഉപ്പും മുളകും നീലു എന്ന് പറഞ്ഞിട്ട് മൈൻഡ് സ്റ്റോൺ മെക്കേഴ്സിൻ്റെ അകത്ത് ഉണ്ട്. നിങ്ങൾ പോയി വിശദമായിട്ട് വ്യക്തമായിട്ട് കാണുക. ഇതിനകത്ത് കുറച്ച് കമൻസ് ഉണ്ട്. കമൻസിൻ്റെ അകത്ത് രണ്ട് പക്ഷം ഉണ്ടാവുമല്ലോ സ്വാഭാവികം. ഞാൻ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് അവതാരിക പറഞ്ഞിട്ട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അവർ വളരെ മോശമായിട്ട് അല്ല, അവർ ഉദ്ദേശിച്ചത് കേസിൻ്റെ കാര്യത്തിലേക്ക് കടക്കത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഞാൻ വളരെ നല്ല രീതിയിലാണ് ഒരു ആങ്കർ പ്രസൻറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയത്, വ്യക്തിപരമായിട്ട് പേഴ്സണലി തോന്നിയത് വളരെ മിതത്വത്തോടി മാന്യമായി ഒരാളുടെ മനസ്സ് വേദനിച്ചിരിക്കുന്ന സമയത്ത് തളരാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം വലിയ കാര്യമാണ്. അത് ആ ആങ്കർ അവരുടെ ബിഹേവിയറിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യം ആരുടെ ഭാഗത്താണെങ്കിലും പുറത്തു വരട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ആണിനും പെണ്ണിനും തുല്യ നീതി നടപ്പാക്കണം എന്ന് പറയുന്നു. ഷീ വാസ് സച്ച് കോൺഫിഡൻറ്റ് പേഴ്സൺ, ഷീ ഈസ് ടോട്ടലി ഡിഫറൻറ്റ് ആൻഡ് ബ്രോക്കൺ ആണ്, ഞാൻ ശ്രദ്ധിച്ചു. മേ ഗോഡ് ബ്ലെസ് ഹെർ വിത്ത് ഓൾ സ്ട്രെങ്ത് ആൻഡ് കറേജ്. ഓക്കെ, അവർ ബ്രോക്കൺ ആണ്, ഇനി ഈശ്വരൻ സഹായിക്കട്ടെ, ശക്തിയും ധൈര്യവും കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്നു. തളരാൻ പോയ തട്ടിത്താഴാൻ ഒരുപാട് പേരുണ്ടാകും, ഒന്നിനും വിടാതെ മുന്നോട്ട് പോകണം. കോടതി വിധിക്കാതെ പരാതി സത്യമെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. കോടതി വിധിക്കട്ടെ, പരാതി സത്യമെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. പരാതി വ്യാജമെങ്കിൽ പരാതിക്കാരിയും വെറുതെ വിടരുത്. ഓക്കെ, ആരോപണ വിധേയർ കോൺഫിഡൻ്റ് ആയി ചിരിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആരോപണം, ഇതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്, വലിയൊരു സംഭവം. ആരോപണ വിധേയർ കോൺഫിഡൻ്റ് ആയി ചിരിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. മറ്റു പക്ഷം, ഓപ്പോസിറ്റ് പക്ഷം, ആരോപണം ഉന്നയിക്കുന്നവർ പേടിച്ച് ഇൻ്റർവ്യൂകളിൽ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് തെറ്റ് ചെയ്തവർ ഇങ്ങനെ ആൾക്കാർ ചീത്ത വിളിക്കുമ്പോൾ ആരായാലും തകർന്നു പോകും. അങ്ങനെയാണ് തെറ്റ് ചെയ്യാതെ ഇങ്ങനെ ആൾക്കാർ ചീത്ത വിളിക്കുമ്പോൾ ആരായാലും തകർന്നു പോകും എന്ന് പറയുന്നു, തളർന്നു പോകും. കള്ളപ്പരാതി കൊടുത്തിട്ട് അത് കണ്ടുപിടിക്കാതെ ഇതുപോലെ വിഷമം വരും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കോടതി തീരുമാനിക്കട്ടെ കേട്ടോ. നമ്മളതിനകത്ത് ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും അസ്യൂം ചെയ്ത് പറയുന്നതും ശരിയല്ല. എന്നും ഇരകൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആണുങ്ങളുടെ ഭാഗത്തെ ആളുകൾ നിലനിൽക്കുക, സ്റ്റേ സ്ട്രോങ്. ഉപ്പും മുളകും ഒരുപാട് ഹൈപ്പ് തന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതിൽ കുറച്ചുകൂടി സൂക്ഷ്മതയും ക്ഷമയും പാലിക്കേണ്ടതായിരുന്നു. എവിടെയോ ശ്രദ്ധ കുറഞ്ഞു. അതിന് പരിഹാരം നിഷ വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മത പാലിച്ച് അന്തസ്സും ആഭിജാത്യമുള്ള ഒരാൾ തന്നെയാണ്. ആർക്കും ദോഷമില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ സർവശക്തനായ ഈശ്വരൻ സഹായിക്കട്ടെ. തളരരുത്, ഒരു കയറ്റത്തിന് ഇറക്കം ഉണ്ടാകും, ഈശ്വരൻ എന്നും കൂടെ ഉണ്ടാകും. ഒരരിശത്തിന് കിണറ്റിൽ ചാടാൻ 9 അരിശത്തിന് കിണറ്റിൽ നിന്ന് കയറാൻ പറ്റൂല. കാരണമായി പറഞ്ഞ എത്ര ശരി. ഓക്കെ, പ്രൊഫഷണൽ ജീവിതം എപ്പോഴും കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തുക, പ്രൊഫഷണൽ ജീവിതം വീട്ടിലേക്ക് കൊണ്ടുവരരുത് തിരിച്ച്. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഉപ്പും മുളകും സെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇതിനകത്ത് നിൽക്കുന്ന പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാർ, ഇതിനകത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന ചില വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ പലതും. അതിനകത്ത് പലതും കേട്ട സമയത്ത് എനിക്കൊരു ഭാഗം അറിയാം. എനിക്ക് സോഷ്യൽ മീഡിയ കൂടെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാനതാ പറഞ്ഞത്, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും. കാരണം ഈ പറയുന്നവർ കേസിൻ്റെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഈ രണ്ട് പക്ഷക്കാർക്കും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗത്തുള്ള പല ആൾക്കാരുടെയും സൈഡിൽ നിന്നുള്ള ആൾക്കാർ, നമുക്ക് സുഹൃത്ത് വലയങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ പലയിടത്ത് സംസാരിക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിനകത്തുനിന്ന് കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞപ്പോഴേക്കും അധികം കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നും അല്ല ഇതിനകത്ത്. ശരിക്കും ചില പരിപാടികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യത്തിൻ്റെ അകത്ത് ഒരു പൗരനെന്ന നിലയ്ക്ക് ഒരിക്കലും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അത് അവർക്കും പറ്റത്തില്ല, നമുക്കും പറ്റത്തില്ല. അത് കോടതി അലക്ഷ്യമാവും, അവസാനം വിചാരിക്കാത്ത രീതിയിലുള്ള പ്രശ്നമാവും. അത് പാടില്ല. അതുകൊണ്ട് കോടതി വിധിക്കട്ടെ, കോടതി വിധി വരട്ടെ. അതിനകത്ത് ഇര ആരാണെങ്കിലും അവർക്ക് നീതി കിട്ടട്ടെ. അതോടൊപ്പം തന്നെ അതിനകത്ത് ആരാണോ വേട്ട നടത്തിയിട്ടുള്ളത് അവർക്ക് അതിനുള്ള ശിക്ഷയും ലഭിക്കട്ടെ. അത്രയും മാത്രമേ പറയുന്നുള്ളൂ. എന്താണെങ്കിലും എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ ആരുടെയും ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭാഗം പറയാതിരിക്കുക. നിങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഇങ്ങനെ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നൊരു വിഷയം ആണ്. ഇപ്പോൾ അവരുടെ ഈ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് ഈ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മറ്റ് ചില വിഷയങ്ങൾ പോലെ അല്ല. ഇതിനകത്തുള്ള വിഷയത്തിൻ്റെ അകത്ത് അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നടന്ന കാര്യങ്ങളാണ്. അത് സെറ്റിൽ നടന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. അതല്ല എങ്കിൽ ഇവരുടെ മൊഴികളോ മറ്റുള്ള കാര്യങ്ങളോ ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, തെളിവുകളടക്കം പുറത്തു വിടണമായിരുന്നു. ഇതിപ്പം കോടതിയിൽ കേസ് ആദ്യമേ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി തെളിവുകളിടാൻ പറ്റത്തില്ല. മറ്റ് ചില കാര്യങ്ങളിനകത്താണെങ്കിൽ, മറ്റ് ചില വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചതിനകത്താണെങ്കിൽ തെളിവുകളെല്ലാം അവർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വിട്ടതിന് ശേഷമാണ് കേസ് കാര്യങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് നമുക്ക് പലതും അറിയാം. നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശം എന്നുള്ള മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.